കുറേ നാളിന് ശേഷം, അതായത് 2-3 വർഷത്തിന് ശേഷമാണ് ഈ അമ്പലത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നത് കേട്ടോ. കാര്യം എൻ്റെ നാട് മലപ്പുറം ജില്ലയിൽ തിരൂരിലൊക്കെയാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് സ്ഥലം മാറി ഷൊർണൂരിലേക്ക് എത്തിയതിന് ശേഷം എനിക്ക് പലപ്പോഴും ഇവിടെ എത്തിപ്പെടാൻ പറ്റാറില്ല. കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും നട അടയ്ക്കാറാണ്. എത്ര നേരത്തെ ഇറങ്ങി പുറപ്പെട്ടാലും എനിക്ക് പലപ്പോഴും കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാറില്ല. നമ്മുടെ വഴിപാടുകളൊന്നും അതേ ദിവസം തന്നെ നമുക്ക് നടത്താൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പോൾ 2-3 വർഷമായിട്ട് നമ്മൾ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്ത് വരട്ടെ എന്ന് കരുതി ഇന്നലത്തെ വയ്യായി ഒന്നും കണക്കാക്കാതെ ഞാൻ പോയി. കാരണം മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള, അതായത് നമ്മുടെ തിരൂരിൻ്റെ തിരുനാവായയുടെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തൃപ്രങ്കോട് ശിവക്ഷേത്രം കേട്ടോ. ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് കാര്യസാധ്യം ഉള്ള ഒരു ക്ഷേത്രമാണ്. നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ്. അത്രയും നല്ലൊരു ക്ഷേത്രം. ഇതിനകത്ത് കയറി നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് കേട്ടോ കിട്ടുക. ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യല്ല, കാരണം നമ്മുടെ അനുഭവമാണ്. കാരണം എൻ്റെ നാട്ടിലുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ നാളിന് ശേഷം എൻ്റെ ഭഗവാനെ കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.